ഹലോ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇതാ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ലിപ് ബാം എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റ് വന്നിട്ടും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്ത് പുറത്തേക്ക് പോകാം. വെയിൽ കൊണ്ടാലോ ഒന്നും നിങ്ങളുടെ ചുണ്ടിന് ഒരു ഡാമേജും സംഭവിക്കില്ല. കറുക്കുക അല്ലെങ്കിൽ ഡാർക്ക് കളർ ആവാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. പിന്നെ മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലിപ് ബാമിൻ്റെ സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് റെഡി ആയിട്ടുള്ള സംഭവം, ഫൈനൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിപ് ബാം. കണ്ടോ, ഇതങ്ങനെ പുറത്തേക്ക് പോയൊന്നുമില്ല. ശരിക്കും നമ്മളെ ലിപ് ബാം പോലെ തന്നെ. കണ്ടോ കണ്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ നല്ലതാണ്. മാത്രമല്ല, നമുക്ക് അത് ചെറിയ പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഈ ചാപ്പ് ലിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ റിമൂവ് ആവാനും നല്ല ഫ്രഷ് ലുക്ക് തരുന്ന ലിപ്പ് കിട്ടാനും എല്ലാം ഇത് നല്ലതാണ്. പിന്നെ മാത്രമല്ല, ഗ്രാജുവലി നമുക്ക് നമ്മുടെ ചുണ്ടിൻ്റെ കളർ ഒന്ന് വ്യത്യാസം വരുത്താനും, ഭയങ്കര ന്യൂഡായിട്ടുള്ള കളറുള്ള ലിപ്സ് ആണെങ്കിൽ അതിനെ കുറച്ചൊന്ന് ഒരു റെഡ് ടോൺ കൊണ്ടുവരാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ഞങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യുമ്പോൾ കളർ ഉണ്ടോ എന്ന് ഞങ്ങൾ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കളയട്ടെ. പോയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, പോകുന്നില്ല. ഇനി നമുക്ക് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് എടുക്കാം. വളരെ കുറവ് മതി. ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ മാത്രമല്ല, നമ്മുടെ ലിപ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ പലതും പെട്രോളിയം ജെല്ലിയാണ് ചേർക്കുന്നത്. അത് മേ ബി നമ്മളുടെ ചുണ്ടിനെ കറക്കാൻ ഉള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതിനേക്കാളെല്ലാം നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ് ബാം യൂസ് ചെയ്യണ കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഷിയ ബട്ടർ ആണ്. അത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബീട്രൂട്ടാണ്. അതൊരു ഹാഫ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേണം അടിച്ചെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി ബോയിൽ ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം പോയി കിട്ടണം. കണ്ടോ, നന്നായി ബോയിൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല തിക്കല്ല, ഒരു റെഡ് കളറ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഷിയ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ പാൻ വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ, വെള്ളം തിളയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു ചെറിയ ബൗളിൽ, സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഷിയ ബട്ടർ ഇട്ടിട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിനമൺ പൗഡറാണ്. ഇത് ഞാനൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു പിഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഓപ്ഷനാണ് കേട്ടോ. ഇത് നമ്മളുടെ ഷിയ ബട്ടർ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകുന്നേക്കാൾ മുന്നേ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒഴിക്കുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ കണ്ടോ, ഞാൻ ഒഴിക്കുന്ന അനുസരിച്ച് തന്നെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നന്നായി മിക്സായി കിട്ടുന്നുണ്ട്. കണ്ടോ, ഇനി ഞാൻ നമ്മളുടെ കളർ അനുസരിച്ച്, അതായത് എന്തോരം റെഡിഷ് കളർ നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം പോലെയാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെന്താ, ഞാൻ മണത്തിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഓഫ് സിനമൺ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. കണ്ടോ, ഇത് മിക്സ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഇത് തിക്കായി വരുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നന്നായി മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. കാരണം ഇതിരിക്കും തോറും തിക്കായിട്ട് വരും. പിന്നെ നമുക്കിത് മാറ്റാൻ, വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ചൂടാറിനേക്കാളും മുന്നേ തന്നെ നിങ്ങൾ ഏത് കണ്ടെയ്നറിലേക്കാണോ മാറ്റാൻ വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടത് നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാണ്. കണ്ടോ, ഇനി കുറച്ച് നേരം ഇത് പുറത്ത് വയ്ക്കുമ്പോഴേക്കും ഇത് ഏകദേശം സെറ്റായി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും. നമ്മൾ ലിപ് ബാമൊക്കെ വാങ്ങലേ അതേപോലെ ആവും കേട്ടോ.